കിക്ക് പോലുള്ള വലിയ സംഘടനകളുണ്ട് യൂട്യൂബേഴ്സിൻ്റെ. അവരിപ്പോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, സിനിമ നിർമ്മിക്കാൻ പോകുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഒരിക്കലെങ്കിലും അതിൻ്റെ പാർട്ടാകണമെന്ന് തോന്നിയിട്ടില്ലേ? എങ്ങനെയാണ് അവരുടെ ഒപ്പം ജോയിൻ ചെയ്യാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ മെമ്പർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം? നമുക്കിപ്പോൾ ആകുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതേ ഉള്ളൂ. എല്ലാ യൂട്യൂബേഴ്സും ഉണ്ട് അതിൽ. അപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പം വീഡിയോ പരമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ചോദിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ അല്ലാതെ നമുക്ക് കുറച്ച് ബന്ധമുള്ള സൈക്കോളിൻസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ശ്രീജിത്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരായിട്ട് നമ്മൾ നല്ല ടൈപ്പാണ്. നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, പക്ഷെ നല്ല അടുപ്പമാണ്. നല്ല രീതിക്ക് അടുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഐ ആം നോൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട്. പിന്നെ ആക്ടർ മോൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നമ്മൾ നല്ലൊരു സപ്പോർട്ട് ചെയ്തു. അതായത് നമ്മളെ തുടക്ക സമയത്ത് നല്ലൊരു സപ്പോർട്ട് ചെയ്ത പുള്ളിക്കാരനാണ്. കുറച്ചുപേരൊക്കെ നല്ല പുറത്തുള്ള ആളുകളെ പറ്റിയുള്ള സപ്പോർട്ടിനെ പറ്റി സംസാരിച്ചു. ഇവിടെ ഉമ്മയാണ് ചാനലിന് പേരിട്ടതെന്ന് അറിയാം. ഞാൻ ഉമ്മയെ കാണുമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പം ചാനലിന് പേരിട്ടത് ഉമ്മയാണ്. അപ്പം അവരുടെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ഉമ്മയും വാപ്പയും ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് എത്രത്തോളം? നല്ല സപ്പോർട്ടാണ്. അവരെല്ലാ വീഡിയോസും കാണാറുണ്ട്. പാപ്പയാണെങ്കിലും കൊച്ചാപ്പാണെങ്കിലും എല്ലാ വീഡിയോ ഇട്ട് അപ്പം തന്നെ ഫോൺ എടുത്ത് കാണട്ടെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചുകൊണ്ടോ വീഡിയോസ്. പിന്നെ എല്ലാം നല്ല സപ്പോർട്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ ചില ആൾക്കാർ നെഗറ്റീവ്സ് പറയും, പുറത്തുള്ള ആൾക്കാർ നെഗറ്റീവ്സ് എല്ലാം നമ്മുടെ വേറെ പണിക്കൊക്കെ പൊയ്ക്കൂടെ എന്നുള്ള രീതിയിലൊക്കെ പറയും. പിന്നെ നമ്മളത് കാര്യമാക്കാറില്ല. ഓക്കെ, അവർ പറഞ്ഞു പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. ആ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. വേറെ കുഴപ്പമൊന്നും. എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്, കമന്റ് ചെയ്യാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാം. ഓക്കെ, ഇപ്പം പ്രധാനമായിട്ടും യൂട്യൂബ് വരുമാനമാണ്, അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അപ്പം ഇതൊക്കെ ഉണ്ടായിട്ടും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആളുകൾ മക്കളെ വേറെ ജോലിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കാറുണ്ടോ? കൊറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കാം. ചോദിക്കാറുണ്ട്. ചോദിക്കാറുണ്ട് സംഭവം. ചിലവർ നല്ല രീതിക്ക് ചോദിക്കും. കാരണം യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രം എന്തുവേണം സംഭവിക്കുക. അപ്പോഴേ ഒരു ബാക്കപ്പായിട്ട് എന്തെങ്കിലും തുടങ്ങിക്കൂട്ടുന്ന ആൾക്കാർ ചോദിക്കും. അത് നല്ല രീതിക്ക് ചോദിക്കുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മളൊരു ഇതെന്ന് പറയുന്നത് പോകുന്നവരെ പോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇതില്ലെങ്കിൽ വേറൊരു ജോലി എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ടെക്നിക്കലി നിങ്ങൾ എന്തൊക്കെയാ സ്റ്റഡി വൈസ് എന്തൊക്കെയാ പഠിച്ചിരിക്കുന്നത്? ഞാൻ BSc കെമിസ്ട്രിയാണ് പഠിച്ചത്. BSc കെമിസ്ട്രിയാണ്. അതിപ്പോ 2020 ഞാൻ കഴിഞ്ഞതാണ്. പിന്നെ കോവിഡ് ഒക്കെ വന്ന് പിന്നെ അത് ഞാൻ BSc കെമിസ്ട്രി കംപ്ലീറ്റ് ആണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു ഓൺലൈൻ കോഴ്സ് തന്നെ ചെയ്തായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ചെറിയ ജോലി, ഒരു കൊറിയർ ബോയ് ആയിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്നുണ്ട്. BA ഇംഗ്ലീഷ്. വലിയ ആളാ. ഇംഗ്ലീഷ് ടോക്കിയാലേ സംസാരിക്കുള്ളൂ. നമുക്കത് ഇംഗ്ലീഷിൽ ടോക്കിയാലോ? ഇല്ല, ഒരു തരത്തിലും ഞാൻ വാതുറക്കൂല. എന്താണ് ഗ്രാമറൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ തെറ്റുമെന്ന് എനിക്കും അറിയത്തില്ല. ചുമ്മാ ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞതാ. നിങ്ങളെങ്ങാനും ഇംഗ്ലീഷ് ടോക്കിയാ ഞാൻ പടന്ന് ഇവിടെ ഉരുളും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഇതിന് പുറമെ വേറെ എന്തെങ്കിലും തുടങ്ങണമെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ ചിന്തയിലും അങ്ങനെ ഉണ്ടല്ലോ, എന്തെങ്കിലും സൈഡായിട്ട് തുടങ്ങാൻ താല്പര്യമുണ്ട്? എന്തായിരിക്കും തുടങ്ങുകയാണെങ്കിൽ? ഓൺലൈൻ സ്റ്റോർ, നമുക്ക് ഫുഡ് റിലേറ്റഡ് എന്തെങ്കിലും തുടങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നല്ല ഒരു ഐഡിയ ഇല്ലെങ്കിൽ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നല്ല ഐഡിയ വേണം, ഒരു എന്താണ് ചെയ്യുന്നത് ഒരു ധാരണ വേണം. അപ്പോൾ എല്ലാം ഒത്തു വന്നിട്ട് ചെയ്യാൻ വേണ്ടി എന്തായാലും ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നില്ല സെറ്റായിട്ട് നമ്മൾ തുടങ്ങാം. ഇനി ചോദിച്ച ആൾക്കാരുടെ ഞങ്ങൾ വേറെ പരിപാടി ഉണ്ടെന്നും കൂടെ പറയാലോ. അതുപോലെ തന്നെ നിങ്ങൾ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. സിനിമയിൽ നിന്നും വിളികളൊന്നും വന്നില്ലേ? സിനിമയിൽ ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം പോലത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു വലിയ സംഭവമൊന്നും അല്ലെങ്കിലും അത് എനിക്കൊരു എന്തുവാണ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ചോദിക്കണം ഇംഗ്ലീഷ്. ഞാൻ ബ്ലാക്ക് ഔട്ട് ആവും. എക്സ്പീരിയൻസ് ആയിരുന്നു, അതേ ഉള്ളൂ. ഒരു ചെറിയൊരു വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.